ഹായ് ഫ്രണ്ട്സ്, ഹമിടെക് ഗ്രാഫിക്സ് എന്ന നമ്മുടെ ഈ ചാനലിൽ ഇനി മുതൽ പുതിയൊരു സെഗ്മെൻറ്റ് കൂടി വരാൻ പോവുകയാണ്. ഫോട്ടോഗ്രാഫി എന്ന പുതിയ സെഗ്മെൻ്റാണ് ഇനി മുതൽ നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കുന്നത് ഫോട്ടോഗ്രാഫിയുടെ ടിപ്സ്, ട്രിക്ക്, ഐഡിയാസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഫോട്ടോഗ്രാഫി എന്ന ഈ ഒരു സെക്ഷനിലൂടെ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫോട്ടോയുടെ പിന്നാമ്പുറ കാഴ്ചകളാണ്. ഈ ഫോട്ടോയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒരു കശുവണ്ടിയും അതിൻ്റെ പഴവുമാണ്. അപ്പോൾ ഇത് നമ്മൾ സംഘടിപ്പിക്കുക. ആദ്യമായിട്ട് നമുക്ക് ഒരു ഈർക്കിൽ ഉപയോഗിച്ച് ഈ പഴത്തിനകത്തോട്ട് കുത്തി ഇറക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ പഴം ഇങ്ങനെ തൂക്കി നിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യുക. അടുത്തത് നമ്മുടെ കശുവണ്ടി ഇതുപോലെ സ്റ്റേബിളായിട്ട് നിർത്തേണ്ടതായിട്ടുണ്ട്. അതിന് ഈർക്കിൽ പോലുള്ള സോഫ്റ്റായിട്ടുള്ള മെറ്റീരിയലൊന്നും ഉപയോഗിച്ചാൽ നമുക്ക് ഈ കശുവണ്ടിയിലോട്ട് കുത്തി ഇറക്കാൻ പറ്റത്തില്ല. സോ ഹാർഡായിട്ടുള്ള കമ്പി പോലെയുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിക്കുക. ഞാനിവിടെ ചെറിയൊരു കമ്പിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പഴം എവിടെയെങ്കിലും ഇതുപോലെ തൂക്കിയിടാം. ഞാൻ ഇവിടെ ഒരു മരച്ചില്ലയിലാണ് ഈ ഈർക്കിലിനകത്ത് ചുറ്റി ഇവിടെ ഇടുകയാണ്. എന്നിട്ട് ആടാതെ നമുക്ക് സ്റ്റേബിളായിട്ട് നിർത്താം. ഇനി നമുക്ക് നമ്മുടെ കശുവണ്ടി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ നിർത്തുക. എന്നിട്ടിനി ഫോട്ടോ എടുക്കാം. ഇനി നമുക്ക് എഡിറ്റിംഗ് സെക്ഷനിലോട്ട് കിടക്കാം. സ്നാപ്സീഡിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ നമ്മുടെ ഇമേജ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇനി ആദ്യം നമുക്ക് ഇവിടെ ഈർക്കിൽ റിമൂവ് ചെയ്യാം. അതിനായിട്ട് താഴെ ടൂൾസ് എന്നത് ക്ലിക്ക് ചെയ്തിട്ട് ഹീലിംഗ് എന്ന ഈ ടൂള് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈർക്കിലിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊന്ന് ഡ്രോ ചെയ്യാം. അതായത് നമ്മുടെ ഈർക്കിൽ ഇവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. സൂം ചെയ്ത് നോക്കുക. എന്നിട്ട് പെർഫെക്റ്റായിട്ടെല്ലാം ഒന്ന് മായ്ച്ചെടുക്കുക. ഓൾ റൈറ്റ്. ഇനി നമുക്ക് താഴെയും കൂടി ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. പെർഫെക്റ്റ്. ഇനി ആ ടിക്കേക്കിനെ ക്ലിക്ക് ചെയ്ത് നമുക്കിതൊന്ന് സേവ് ചെയ്യാം. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാം. അതായത് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. അതിനായി ടൂൾസ് എന്നതിൽ ട്യൂൺ ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എല്ലാം കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ബേസിക് കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് വിഗ്നെറ്റും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ടൂൾസ് എന്നതിൽ വിഗ്നെറ്റ് എന്നത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫോട്ടോയ്ക്ക് സ്യൂട്ട് ആവുന്ന രീതിയിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫോട്ടോ ദാ ഇങ്ങനെ ഇരിക്കും. Thank you. Please subscribe my channel.